ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്ത്യ PSC അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നിലവിൽ നമുക്ക് കേരള PSCയുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഒരു വിജ്ഞാപനം വന്നിരുന്നു. കാറ്റഗറി നമ്പർ 269/2025 അടിസ്ഥാനമാക്കി നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് ഒരു അസിസ്റ്റന്റ് പോസ്റ്റ് വിളിച്ചിരുന്നു. ശമ്പള സ്കെയിൽ 39,300 മുതൽ 83,000 വരെ. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന് നമുക്ക് മുൻ വർഷത്തെ സിലബസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു പ്രിലിംസും ഒരു മെയിൻസും ഉണ്ടായിരുന്നു അല്ലെ. പ്രിലിംസ് നടന്നിരുന്നത് കോമൺ പ്രിലിംസിനകത്താണ്. വ്യത്യസ്തമായ കുറെ എക്സാംസിന്റെ കൂടെ കോമൺ പ്രിലിംസിലായിരുന്നു ശരിക്കും പ്രിലിംസിന്റെ എക്സാം കഴിഞ്ഞിരുന്നത്. ഓക്കെ, മെയിൻസ് പ്രത്യേകം ഒരു സിലബസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ വർഷവും സമാനമായ സിറ്റുവേഷൻ ആണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, എക്സൈസ് ഇൻസ്പെക്ടർ എന്നിങ്ങനെയുള്ള കുറേ നോട്ടിഫിക്കേഷൻസ് വന്നു കിടപ്പുണ്ട്. ഇനി കുറച്ച് വരാനുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു കോമൺ പ്രിലിംസിലേക്കായിരിക്കും PSC പോണത്. അപ്പൊ ആ ഒരു കോമൺ പ്രിലിംസിലായിരിക്കും എന്തുള്ളത്, ഈ ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ പ്രിലിംസ് കടന്നു പോകുന്നത്. പക്ഷെ മെയിൻസ് മാത്രം സെപ്പറേറ്റ് ആകും. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ മെയിൻസ് പരീക്ഷയുടെ സിലബസ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ 2019 ആ ഒരു സമയത്ത് നടത്തിയ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വിജ്ഞാപനം വന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് പരീക്ഷയുടെ മെയിൻസിന്റെ സിലബസ് നമുക്കൊന്ന് പരിശോധിക്കണം. കാരണം മെയിൻസിന് 50 മാർക്കോളം ലോ ആണ്. അപ്പൊ ആ ലോയുടെ സിലബസ് ആണ് ഒരുപാട് പേര് തിരക്കിയത്, എന്താണ് സിലബസ് എന്ന്. അപ്പൊ ആ ഒരു സിലബസിന്റെ വിശദീകരണം നമുക്ക് നോക്കിയാലോ. അതുപോലെ നമുക്ക് കാറ്റുമായി ബന്ധപ്പെട്ട ബാച്ചുകളുണ്ട്. അപ്പൊ ആ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ബാച്ചിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. തുടങ്ങിയാലോ. അപ്പൊ നമ്മളിപ്പോഴ് കാറ്റിനുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രിലിംസ് കം മെയിൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. പ്രിലിംസിന് വേണ്ടി മാത്രം നമ്മൾ കാറ്റ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രിലിംസ് എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യരുത്. കാരണം നമുക്ക് മെയിൻസിലേക്ക് പഠിക്കാൻ പിന്നെ സമയം കിട്ടൂല. കാരണം പ്രിലിംസ് കഴിഞ്ഞൊരു 4 മാസം കൃത്യമായിട്ട് മെയിൻസ് ഉണ്ടാകും. ഒരു 90 അല്ലെങ്കിൽ 100 ദിവസം, 4 മാസം 120 ദിവസം, അല്ലെങ്കിൽ 100 to 120, 100 മുതൽ 120 ദിവസം വരെ മാത്രമേ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിലേക്ക് കാണുകയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പിന്നെ സമയം കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്യാറ്റ് ആണോ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും ഒരു PCM, അതായത് പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആണ് എപ്പോഴും നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്. കാരണം ഇപ്പോഴേ ലോ ശരിക്കും പഠിക്കാനുണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഞാൻ സിലബസ് ഒക്കെ കാണിച്ചു തരാം. അപ്പൊ ആ ലോ നമുക്ക് അത്യാവശ്യം ഇൻഡെപ്തിൽ കാര്യമായിട്ട് തിയറി വൈസിൽ കൃത്യമായി നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു PCM ബാച്ചാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു PCMന്റെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അവസാനത്തേക്ക് പറയാം. ആ സിലബസിന് ഷെയർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇന്ത്യ PSC യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. തുടങ്ങിയാലോ. അപ്പൊ നോക്കൂ, ഇത് കഴിഞ്ഞ ക്യാറ്റ് നോക്കൂ. കഴിഞ്ഞ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ കൊറോണ സമയത്തായിരുന്നു വിജ്ഞാപനം അല്ലെ. ബോർഡ് കാണുന്നുണ്ടോ? കൊറോണ സമയത്തായിരുന്നു കഴിഞ്ഞ ക്യാറ്റിന്റെ വിജ്ഞാപനം. നോക്കൂ, അതിന്റെ മെയിൻസ് ആണ് ഡീറ്റെയിൽ സിലബസ് ഫോർ ദി ഫൈനൽ എക്സാമിനേഷൻ. ഡിഗ്രി ലെവലിന്റെ ഫൈനലിന്റെ ഏതാണ് മെയിൻ എക്സാമിനേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ്. അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് അന്ന് വിളിച്ചിരുന്ന കാറ്റഗറി നമ്പർ 59/2020 വിളിച്ചിരുന്ന നമ്മുടെ ഏറ്റവും റീസെന്റ് സംഭവിച്ച കാറ്റ്. അപ്പൊ അതിന്റെ മെയിൻസിന്റെ സിലബസ് ഒന്ന് പ്രിന്റ് ഔട്ട് അങ്ങ് എടുത്തേക്കണം. നിങ്ങൾ ക്യാറ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട. പ്രിപ്പറേഷൻ PCM ആയി തന്നെ, അതായത് PCM മീൻസ് എന്താ, പ്രിലിംസ് കം മെയിൻസിന്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ അവിടെ ഹിസ്റ്ററി എത്ര മാർക്കായിരുന്നു? 2 മാർക്കായിരുന്നു. ജിയോഗ്രഫി ആണെങ്കിലോ അതും 2 മാർക്കായിരുന്നു. എക്കണോമിക്സോ അതും 2 മാർക്ക് തന്നെയായിരുന്നു. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 2 മാർക്ക്, ഫിസിക്സ് 1 മാർക്ക്, കെമിസ്ട്രി 1 മാർക്ക്, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 1 മാർക്ക്, അതുപോലെ തന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 1 മാർക്ക്. നമ്മൾ ഈ 1 മാർക്കേ ഉള്ളൂ എന്ന് കരുതി കളയണ്ട. കാരണം നമ്മൾ ഓൾറെഡി പ്രിലിംസ് ഒക്കെ പഠിക്കും. ഇതിൽ നിങ്ങൾ നോക്കൂ, ഹിസ്റ്ററിയും ജിയോഗ്രഫിയും എക്കണോമിക്സും ഒക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്, പ്രിലിംസിൽ പഠിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, കറണ്ട് അഫെയർ എന്ന പേരിൽ, സയൻസ് ആൻഡ് ടെക് എന്ന പേരിൽ പ്രിലിംസിൽ പഠിക്കുന്നുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും ഏകദേശം കുറച്ചൊക്കെ പ്രിലിംസിൽ കവർ ആവുന്നു സയൻസ് ആൻഡ് ടെക് എന്ന പേരിൽ. കംപ്ലീറ്റ് ഇല്ല, കുറച്ച്. ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് തീർച്ചയായിട്ടും പ്രിലിംസിൽ 10 മാർക്കിനും കവർ ആവുന്നുണ്ട്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ പ്രിലിംസിൽ 5 മാർക്കുണ്ട്, അവിടെ കവർ ആവുന്നുണ്ട്. കറണ്ട് അഫെയർ, പ്രിലിംസ്, ഇതെല്ലാം ഒരുവിധ ടോപ്പിക് അല്ല. അതായത് നമ്മൾ PCM പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ പറയുന്ന ഒരു 75% ടോപ്പിക് എവിടെ കവർ ആവുന്നുണ്ട്, പ്രിലിംസിൽ കവർ ആവുന്നുണ്ട്.
കറണ്ട് അഫയർ എത്ര മാർക്കാണ്? 8 മാർക്ക്. മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്ങോ അത് 10 മാർക്ക്. ഇംഗ്ലീഷോ അതുകൊണ്ട് 10 മാർക്ക്. അടുത്ത ഏതാ? മലയാളം ഉണ്ട്, അതുകൊണ്ട് എത്ര മാർക്കാണ്? 10 മാർക്ക്. അടുത്ത ലോ ആണ്. ലോ എത്ര മാർക്കിനാണ്? 50 മാർക്ക് അല്ലേ? ലോ എത്ര മാർക്കാ? 50 മാർക്ക്. അവിടെയാണ് നമുക്ക് തീർച്ചയായും ഒരു കഠിനമായ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നോക്കൂ, നമുക്ക് സിലബസിന്റെ വിശദീകരണം കിടക്കാം. GK അല്ലെങ്കിൽ ഹിസ്റ്ററി എത്ര മാർക്കിനാണ്? 2 മാർക്കാണ് ഹിസ്റ്ററി. GK ഹിസ്റ്ററി 2 മാർക്കും. എന്തൊക്കെയുണ്ട്? ആദ്യം കുറച്ച് കേരള ഹിസ്റ്ററി ഉണ്ട്, അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഫ്രം ട്രാവൻകൂർ ടു മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെ, സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ്, നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ്, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. പിന്നെയുള്ളത് എന്താ? ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. പ്രിലിംസിൽ പഠിക്കുന്നത് സെയിം തന്നെയാണ്. പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INSE, സ്വദേശി മൂവ്മെന്റ്, മഹാത്മാഗാന്ധി, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഫോറിൻ പോളിസി. പിന്നെയുള്ളത് വേൾഡാണ്. വേൾഡ് റവല്യൂഷൻ, ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യ, UNO, ചൈനീസ്. പിന്നെ ജോഗ്രഫിയാണ് 2 മാർക്ക്. ബേസിക്സ് ഓഫ് അതായത് വേൾഡ് ജോഗ്രഫി. ബേസിക്സ് ഓഫ് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്ക്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ്, ടെമ്പറേച്ചർ സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, അതുപോലെ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഓഷ്യൻസ് പോലുള്ള കാര്യങ്ങൾ വേൾഡ് ജോഗ്രഫിയാണ്. 2 മാർക്കേ ഉള്ളൂ ജോഗ്രഫി. പക്ഷെ അതിൽ നമ്മൾ വേൾഡും കേരളവും ഇന്ത്യയും കവർ ചെയ്യണം. ഇന്ത്യൻ ജോഗ്രഫി എന്താ? ഫിസിയോഗ്രാഫി, സ്റ്റേറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നാച്ചുറൽ വെജിറ്റേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. പിന്നുള്ളത് കേരളമാണ്. കേരള ജോഗ്രഫിയാണ്. ഫിസിയോഗ്രാഫി, ഡിസ്ട്രിക്ട് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, എനർജി സോഴ്സ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, അഗ്രികൾച്ചർ റിസർച്ച്, റോഡ്, വാട്ടർ, റെയിൽവേ. പിന്നെയുള്ളത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് 2 മാർക്കാണ്. അവിടെ ഇന്ത്യൻ എക്കണോമി, 5 ഇയർ പ്ലാൻ, ന്യൂ എക്കണോമിക് റീഫോംസ്, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അഗ്രികൾച്ചർ, മേജർ ക്രോപ്സ്, ഗ്രീൻ റവല്യൂഷൻ, മിനറൽസ്, ടാക്സുകൾ, GST, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഇതിൽ ഒരുവിധം കുറേയൊക്കെ കാര്യങ്ങൾ പ്രിലിംസിൽ കവർ ആവും. പിന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 2 മാർക്കാണ്. ബേസിക്സ് ഓഫ് ഹ്യൂമൻ ബോഡി, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ്, കോസറ്റീവ് ഓർഗാനിസംസ്, കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടർ, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ബേസ് ഹെൽത്ത് ഫാക്ട്, എൻവയോൺമെന്റ്. പിന്നുള്ളത് ഫിസിക്സ് 1 മാർക്കാണ്. ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, മാറ്റർ, യൂണിറ്റ്, മെഷർമെന്റ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി, മോഷൻ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, തേർഡ് ലോ, സെക്കൻഡ് ലോ, ഫസ്റ്റ് ലോ, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ലൈറ്റ് ആണ്. ലെൻസ്, മിറർ, പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ R2F, അതുപോലെ തന്നെ റെയിൻബോ, വെബ്ജിയോർ, കളർ, റൈസുകൾ. പിന്നെ സൗണ്ടുമായി ബന്ധപ്പെട്ട് റിവർബറേഷൻ, വെലോസിറ്റി ഓഫ് സൗണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ്. പിന്നെ ഫോഴ്സ് ആണ്. ഫോഴ്സുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ്, ഫ്രിക്ഷൻ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ, ലിക്വിഡ് പ്രഷർ, ബയോൺ ഫോഴ്സ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, പാസ്കൽസ് ലോ പോലുള്ള കാര്യങ്ങൾ. പിന്നുള്ളത് ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷനുമായി ബന്ധപ്പെട്ട് സെൻട്രിപിറ്റൽ ഗ്രാവിറ്റേഷൻ ലോ, എസ്കേപ്പ് വെലോസിറ്റി, വെയിറ്റ്, മാസ്, ഗ്രാവിറ്റേഷൻ വാല്യൂസ്, ജിന്റെ വാല്യൂസ് കാര്യങ്ങൾ. പിന്നെ ഹീറ്റ് ആണ്. ടെമ്പറേച്ചർ, തെർമോമീറ്റർ, ഹ്യൂമിഡിറ്റി പോലുള്ള കാര്യങ്ങൾ. പിന്നെ വർക്കാണ്. വർക്കുമായി ബന്ധപ്പെട്ട എനർജി, പവർ, സിമ്പിൾ പ്രോബ്ലംസ് റിലേറ്റഡ് ടു വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെയുള്ളത് കെമിസ്ട്രി ആണ്. 1 മാർക്കാണ് കെമിസ്ട്രി. അവിടെ ആറ്റം, മോളിക്യൂൾ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അലോട്രോപ്പി, ഗ്യാസ് ലോസ്, അക്വാറിജിയ, എലമെന്റ്സ്, പീരിയോഡ് ടേബിൾ, സൊല്യൂഷൻ, മിക്സർ, കോമ്പൗണ്ട്. പിന്നെയുള്ള മെറ്റൽസ് ആണ്. ആ മെറ്റൽസ് നോൺ മെറ്റൽസ്, അലോയി, ആസിഡ്, ബേസ്, pH, ആൽക്കലോയിഡ്. പിന്നെ ആർട്ട്, ലിറ്ററേച്ചർ, സ്പോർട്സ്, കൾച്ചർ 1 മാർക്കാണ്. അവിടെ ആർട്ടുമായി ബന്ധപ്പെട്ട് വിഷ്വൽ ആർട്സ്, ഫേമസ് പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുള്ള കാര്യങ്ങൾ. പിന്നെ സ്പോർട്സ് ആണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട് വേൾഡ് സ്പോർട്സ്, ഇന്ത്യൻ സ്പോർട്സ്, കേരള സ്പോർട്സ്. അതായത് വേൾഡ് സ്പോർട്സ് ആയിട്ടുള്ള ഏഷ്യൻ ഗെയിംസ്, നാഷണൽ ഗെയിംസുകൾ, അതുപോലെ ഒളിമ്പിക്സ് പോലുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട ട്രോഫികൾ, അവാർഡുകൾ പോലുള്ള കാര്യങ്ങൾ. ഇന്ത്യയിലെയും കേരളത്തിലെയും ഫേമസ് ആയ ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ആരൊക്കെ അവാർഡുകൾ ഇറക്കി. ലിറ്ററേച്ചർ ആണ്. മലയാളവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളം കഥാകൃത്തുക്കൾ, കൃതികൾ, തൂലികാനാമങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മലയാളവുമായി ബന്ധപ്പെട്ട അവാർഡുകൾ, പിന്നെ മലയാള സിനിമ, ഇത്രയും കാര്യങ്ങളെ കൃത്യമായി ലിറ്ററേച്ചർ കവർ ആവുന്നുണ്ട്. പിന്നെ ഉള്ളത് കൾച്ചറാണ്. കേരളത്തിലെ കൾച്ചറുമായി ബന്ധപ്പെട്ട കൾച്ചറൽ ഫെസ്റ്റിവൽ, ഓണം, വിഷു, പുലിക്കളി, ഇതുപോലുള്ള ഫെസ്റ്റിവൽസ്, അതിന്റെ ചരിത്രം, അതുമായി ബന്ധപ്പെട്ട ഫേമസ് ആയ പേഴ്സണാലിറ്റീസ്. പിന്നുള്ളത് ബേസിക്സ് ഓഫ് മീറ്റർ 1 മാർക്കാണ്. ഇൻപുട്ട് ഡിവൈസുകൾ, ഔട്ട്പുട്ട് ഡിവൈസുകൾ, മെമ്മറി, സോഫ്റ്റ്വെയർ, ലാംഗ്വേജ്, ബേസിക്സ് ഓഫ് ലാംഗ്വേജസ്, OS,
അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ലാന് വാന് മാന്, മീഡിയ, സോഷ്യൽ മീഡിയാസ്, സർവീസുകൾ, വെബ് ഡിസൈൻ, ഇ ഗവേണൻസ്, സൈബർ ക്രൈംസ് പോലുള്ള കാര്യങ്ങൾ കൃത്യമായി കവർ ആകുന്നുണ്ട്. ഇതിനുള്ള കറണ്ട് അഫയർ 8 മാർക്കാണ്. ആ 8 മാർക്കിന് കൃത്യമായിട്ട് ഒരു ലാസ്റ്റ് 1 ഇയർ കറണ്ട് അഫയർ. നമ്മൾ പരീക്ഷേന്റെ ഒരു പ്രിലിംസ് പ്രതീക്ഷിക്കുന്നത് ഏപ്രിലും, മെയിൻസ് ഒരു ജൂൺ ജൂലൈ ആ മാസങ്ങളിലേക്ക് പോകുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്കൊരു 2025 ജനുവരി 2025 ജനുവരി മുതൽ ഇങ്ങോട്ടുള്ള കറണ്ട് അഫയറിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് ആസ് യൂഷ്വൽ പ്രിലിംസിലെ പോലെ തന്നെ അതുപോലെ പഴയ സിലബസ്, ഒരു മാറ്റമില്ല. ലൈക്ക് അവർ പ്രിലിംസ്, എന്താണോ നിങ്ങൾ പ്രിലിംസിൽ കണ്ടത് സെയിം. ശരിയല്ലേ? നമ്പേഴ്സ് ആൻഡ് ബേസിക്സ്, പെർസെന്റേജ്, പ്രോഫിറ്റ് ലോസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ പ്രപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോസ് ഓഫ് കമ്പോണൻസ്, എക്സ്പോണൻസ്, മെൻസുറേഷൻ പോലുള്ള കാര്യങ്ങൾ. ഇതിനുള്ള 5 മാർക്ക് റീസണിംഗ് ആണ്. സീരിയസ്, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, വെരിഫൈങ് പൊസിഷൻസ്, ഓൾഡ് മാൻ ഔട്ട്, ന്യൂമറിക്കൽ എബിലിറ്റി, കോഡിംഗ് ഡീകോഡിംഗ്, ഫാമിലി റിലേഷൻസ്. പിന്നെ ക്ലോക്ക്, കലണ്ടർ സ്ഥിരമായി ചോദിക്കുന്ന സെയിം അസ് പ്രിലിംസിനുള്ള സെയിം പോലെ കേട്ടോ. അടുത്ത ഇംഗ്ലീഷ് ആണ്. നമുക്ക് 10 മാർക്കാണ് ഇംഗ്ലീഷ്, 5 മാർക്ക് ഗ്രാമാറ്റിക്കൽ പോർഷൻ. അവിടെ പാർട്സ് ഓഫ് സ്പീച്ച്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, ആർട്ടിക്കിള്, യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി, ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റീവ് ജെറണ്ട്, ടെൻസസ്, പ്രിപ്പോസിഷൻ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് പാസീവ് വോയിസുകൾ. പിന്നെ വൊക്കാബുലറി ആണ്. അതുമായി ബന്ധപ്പെട്ട് സിംഗിൾ പ്ലൂറൽ സിറ്റുവേഷൻ, സിനോണിം ആന്റോണിം, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, വേർഡ്സ് ഓഫ്റ്റൻ കൺഫ്യൂസർ, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെയുള്ളത് ഒരു മലയാളമാണ്, റീജിയണൽ ലാംഗ്വേജ്, 10 മാർക്കാണ്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ല്, സമാനപദം, ശ്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. ഇങ്ങനെ മലയാളവുമായി ബന്ധപ്പെട്ട് 10 മാർക്ക്. സെയിം as പ്രിലിംസ്, വേറെ വ്യത്യാസമൊന്നും ഇല്ല. പിന്നെയുള്ളത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കും ടഫ് ആയിട്ടുള്ള മാത്സ് അല്ല, ലോസ്. അതായത് ലോയുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മളെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയപ്പെടും അല്ലെ. അപ്പൊ അതിന് 50 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷവും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മാർക്ക് അങ്ങനെ തന്നെയായിരിക്കും. ടോപ്പിക്കിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന വഴിക്ക് നോക്കി. ഇപ്പോൾ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ലീഗൽ തിയറി, ജൂറിസ്പ്രുഡൻസും ലീഗൽ തിയറിയും പ്രിൻസിപ്പിൾസ് ഓഫ് ലെജിസ്ലേറ്റീവ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ് 5 മാർക്ക്. അവിടെ കൃത്യമായിട്ട് ഡെഫിനിഷൻസ് ആൻഡ് സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ്, തിയറീസ് ഓഫ് ജസ്റ്റിസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോ ആൻഡ് മൊറാലിറ്റി, സോഴ്സസ് ഓഫ് ലോ ഇൻക്ലൂഡിംഗ് ലെജിസ്ലേഷൻ, കസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് കൃത്യമായി പോയിരിക്കുന്നത്. നമുക്കൊരു വലിയ സിലബസ് ആണ്. അപ്പൊ എന്താണ് ജൂറിസ്പ്രുഡൻസ് എന്നും അതുമായി ബന്ധപ്പെട്ട തിയറീസ്, പ്രിൻസിപ്പിൾ ഓഫ് ലെജിസ്ലേറ്റീവ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എലമെന്റ്സ് ഓഫ് ലോ ഇൻക്ലൂഡിംഗ് ലീഗൽ റൈറ്റ്, ഡ്യൂട്ടി, ലയബിലിറ്റി, പ്രോപ്പർട്ടി, ഓണർഷിപ്പ്, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ ഉൾപ്പെടുത്തി ഒരു വലിയ ജൂറിസ്പ്രുഡൻസ് തിയറി, ലീഗൽ തിയറികൾ കൃത്യമായി കവർ ചെയ്യുന്നുണ്ട്. 5 മാർക്കാണ് മൊഡ്യൂൾ 1. തീർച്ചയായിട്ടും ഒരു പക്ക ക്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നമുക്ക് അല്ലാതെ ഒരു റാങ്ക് ഫയലിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും അത് കവർ ചെയ്യാൻ കഴിയില്ല. കാരണം കൺസെപ്റ്റ് ഒരുപാട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയേ പറ്റൂ. അടുത്ത മൊഡ്യൂൾ 2 കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ് 5 മാർക്ക് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് ഏകദേശം കുറേയൊക്കെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധമുണ്ടെങ്കിലും അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ കുറച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ലെജിസ്ലേച്ചർ, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട അമെന്റ്മെന്റ് 42, 44, 52, 73, 74, 86, 91, 97, 101, 102, 103, 104. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്, AG, CAG, UPSC, ഫിനാൻസ് കമ്മീഷൻ, ഇങ്ങനെയുള്ള കുറെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്. പിന്നെ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്, ലോക്പാല്, ലോകായുക്ത, CVC, ഇൻഫർമേഷൻ ആക്ടുകൾ, അതിന്റെ എക്സംഷൻസ്, റൈറ്റ് ടു പബ്ലിക് സർവീസ്, കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട്, സേവന നിയമങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ അല്ലേ. ഡോക്ട്രൈൻ ഓഫ് അൾട്രാ വൈറസ് കൺസെപ്റ്റ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ, ഇങ്ങനെ ഒരു പക്ക സെറ്റ് സിലബസ് ആണ്. അപ്പൊ അതിൽ ഹെഡിങ് എന്തായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ 5 മാർക്കാണ്. ആപ്ലിക്കേഷൻ ലെവലിൽ കേസ് സ്റ്റഡിയും കൃത്യമായി കണ്ടക്ട് ചെയ്യണം. അടുത്ത മൊഡ്യൂൾ 3 ഒരു മാറ്റം ഉണ്ടാകും കേട്ടോ. ഇപ്രാവശ്യം മൊഡ്യൂൾ 3 ഒരു മാറ്റം ഉണ്ടാകും. കാരണം നമുക്കറിയാലോ, കാരണം നമുക്ക് ഈ IPC ഇപ്പോൾ ഇല്ല, BNS ആണ്. IPC ഇല്ല, ഭാരതീയ ന്യായ സംഹിതം, അതുമായി ബന്ധപ്പെട്ട് CRPC ഇപ്പോൾ ഇല്ല.
ഇങ്ങനെയുള്ള ഈ ഒരു മൊഡ്യൂൾ 3 കാര്യമായി മാറ്റം ഉണ്ടാകും. അപ്പൊ അത് നിങ്ങൾ ഇപ്പൊ നോക്കണ്ട. 5 മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ആ സിലബസ് വന്നതിന് ശേഷം മാത്രം മൊഡ്യൂൾ 3 പറ്റി ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ക്ലിയർ. പിന്നുള്ളത് മൊഡ്യൂൾ 4 ആണ്. മേജർ സബ്സ്റ്റാൻറ്റീവ് ആൻഡ് പ്രൊസീജിയർ ലോ, സിവിൽ കോൺട്രാക്ട്, ടോട്ടുകൾ, CPC. 5 മാർക്കാണ്. അപ്പൊ അവിടെ കൃത്യമായി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള സബ്സെക്ഷൻസും ആക്ടുകളും, സെയിൽസ് ഗുഡ് ആക്ട്, ഇങ്ങനെയുള്ള കുറച്ച് ആക്ടുകളെ കൃത്യമായി കവർ ചെയ്ത് പോകണം. ഞാൻ ഓരോന്നായിട്ട് വായിക്കുന്നില്ല, കാരണം അതിന്റെ ഹെഡിങ് കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് കൺസെപ്റ്റ് ഏകദേശം കിട്ടുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ലോ പഠിച്ചവർക്ക്, ലോ പഠിക്കാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജോയിൻ ചെയ്ത് കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ലോ പഠിച്ചവർക്കും അത്രയും എളുപ്പമല്ല ഇത്, കാരണം അവർക്കും ഒരു കൃത്യമായ ഒരു എന്താ പറയുക, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നിലവാരത്തിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നതായിട്ടുണ്ട്. ശരിയാ, കാരണം ലോക്കാരും ഇതിന്റെ എല്ലാ പാർട്ടും ഒരു പക്ഷെ കവർ ചെയ്ത് വരണമെന്നില്ല അവർ പഠനവേളയിൽ. അപ്പൊ തീർച്ചയായിട്ടും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം സ്റ്റൈലിൽ അവർ തന്നെ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ലോ പഠിച്ചു എന്നൊരു കോൺഫിഡൻസിൽ പോയി ചുമ്മാ എഴുതാനും കഴിയില്ല. എന്താണ് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ സ്റ്റൈലിലേക്ക് അവരുടെ പ്രിപ്പറേഷനെ ഇറങ്ങി ചെല്ലണം. അപ്പൊ അതുകൊണ്ട് മൊഡ്യൂൾ 4 5 മാർക്കാണ്. പിന്നെയുള്ള നമുക്ക് പോകേണ്ടത് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5 നോക്കൂ. മൊഡ്യൂൾ 5 പറയുന്ന ലോ ഓഫ് എവിഡൻസ് ആണ്. ലോ ഓഫ് എവിഡൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. 5 മാർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അവിടെ നമുക്ക് ഈ BNSുമായി ബന്ധപ്പെട്ട് വന്നേക്കുന്ന മാറ്റങ്ങൾ ആപ്ലിക്കബിളാണ്. BNSും അതുപോലെ ബാക്കിയുള്ള പുതിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ വന്നിരിക്കുന്ന പുതിയ BNSും ഭാരത ന്യായ സംഹിതം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വന്നിരുന്നു അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് BNSS വന്നിരുന്നു. അപ്പൊ ഇതെല്ലാം അനുസരിച്ച് തീർച്ചയായിട്ടും ഒരു മാറ്റം ഈ സിലബസിൽ ആ ഒരു ഭാഗത്തും എല്ലാം കൂടെ മാറില്ല. എല്ലാ പോയിന്റും മാറേണ്ട ആവശ്യമില്ല. ഈ IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാകും. അപ്പൊ അതിനെ നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. നമുക്ക് വഴിയെ നോക്കാം. കാരണം പ്രിലിംസിന് മുന്നേ തന്നെ മെയിൻസിന് സിലബസ് വരും. ഇനി ഒരു പുതിയ സിലബസ് ഒഫീഷ്യലി വരും. അത് പ്രിലിംസിന് മുന്നേ വരും. പക്ഷെ അതിൽ വരുന്ന സിലബസിൽ ഒരു 80% ഞാനിപ്പോ വായിക്കുന്നത് തന്നെയാണ്. അതായത് 2020 അതേ സിലബസ് ആയിരിക്കും ഒരു 80%. ഒരു 20% മാത്രം ഒരു മാറ്റം ഉണ്ടാകും. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ആ 80% കവർ ചെയ്ത് വെക്ക്. 20% എന്താ, ഈ IPCയും CRPCയും ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉള്ള കാര്യം ഇപ്പൊ മാറിയ കാര്യങ്ങളില്ലേ, അതവിടെ നിൽക്കട്ടെ. അല്ലേ? അപ്പൊ ഇതവിടെ നിൽക്കട്ടെ. ഇത് നോക്കണമെന്നില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ. മനസ്സിലായിട്ടുണ്ടോ? അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. ബാക്കി 80% നമുക്ക് നോക്കാമല്ലോ. അടുത്ത നമുക്ക് മൊഡ്യൂൾ 6 ആണ് ലോ ഓഫ് പ്രോപ്പർട്ടി. അത് കൃത്യമായി നോക്കി. കൺസെപ്റ്റ് ഓഫ് പ്രോപ്പർട്ടി, ജനറൽ പ്രിൻസിപ്പിൾസ്, 882 ആക്ടുകൾ, പ്രോപ്പർട്ടി ദാറ്റ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ്, എഫക്ട് ഓഫ് ട്രാൻസ്ഫർ, റൂൾ അഗെയിൻസ്റ്റ്, പെർപെച്യൂറ്റി, ഡോക്ട്രിൻ ഓഫ് ഇലക്ഷൻ, ട്രാൻസ്ഫർ ഓഫ് അൺബോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് നോക്കണം. 5 മാർക്കാണ് ലോ ഓഫ് പ്രോപ്പർട്ടി. അത് നോക്കാൻ ഒരു മാറ്റമില്ല. അടുത്ത മൊഡ്യൂൾ 7 വരുന്ന സമയത്ത് ലോ റിലേറ്റിംഗ് ടു ലാൻഡ് ആൻഡ് എൻവയോൺമെന്റ് 5 മാർക്കാണ്. നോ ചേഞ്ച്. അതുപോലെ അങ്ങ് നോക്കിക്കോ. എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ലോസുകൾ, ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട ലോസുകൾ, അപ്പൊ ഇങ്ങനെയുള്ള ലാൻഡ് റീഫോംസുകൾ, ലാൻഡ് സീലിംഗ്, ലാൻഡ് അസൈൻമെന്റ്, റിക്കവറി റവന്യൂ, പാടി ഫീൽഡ്, നെൽവേലൊക്കെ ഇല്ലേ, അതുമായി ബന്ധപ്പെട്ട സംരക്ഷണ നിയമങ്ങൾ, സ്വാൻ മൈനിങ്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, എയർ പൊല്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് നോക്കി പോകണം. അതൊക്കെ ഇപ്പോഴേ നോക്കി തുടങ്ങിയാൽ തീരുള്ളൂ കേട്ടോ. പിന്നുള്ളത് മൊഡ്യൂൾ 8 ആണ്. ലേബർ ലോ ആണ്. ലേബർ ലോയുമായി ബന്ധപ്പെട്ട 5 മാർക്കാണ് നമുക്കുള്ളത്. ആ 5 മാർക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ലേബർ ലോസും അതിന്റെ ആക്ടുകളും കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ, രജിസ്ട്രേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ, റൈറ്റ്സ്, പ്രിവിലേജ്, ഇമ്മ്യൂണിറ്റി, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ്, ഇല്ലീഗൽ സ്ട്രൈക്കുകൾ, ഇങ്ങനെയുള്ള ലേബർ ലോ കംപ്ലീറ്റ്. മൊഡ്യൂൾ 8 ആണ്. 5 മാർക്ക്. പിന്നുള്ളത് മൊഡ്യൂൾ 9 ആണ്. സ്പീഡി ജസ്റ്റിസ്, ലീഗൽ എയ്ഡ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, 5 മാർക്കാണ്. അപ്പൊ അവിടെ കൺസെപ്റ്റ് ഓഫ് EDR, ആർബിട്രേഷൻ, ലോക് അദാലത്ത്, ലീഗൽ സർവീസ് ആക്ടുകൾ, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955, SC/ST പ്രിവെൻഷൻ അട്രോസിറ്റി ആക്ട്, കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ദി ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്, ഇങ്ങനെയുള്ള കുറച്ച് ആക്ടുകൾ പക്ക ഓരോ ആക്ടും എടുത്തു പഠിക്കണം. ഒന്നും കളയാനില്ല. അവിടെ ഒന്നും ഒരു മാറ്റം വന്നിട്ടില്ല. ഇനി അമെന്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായി ചേർത്ത് പഠിക്കുക. ഓക്കെ അല്ലേ? ലോസിൽ ഇടയ്ക്കിടയ്ക്ക് അമെന്റ്മെന്റുകൾ വരാറുണ്ട്. അടുത്ത മൊഡ്യൂൾ 10 ആണ്. പബ്ലിക് ഇന്റർനാഷണൽ ലോ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. നോ ചേഞ്ച്. ഒരു മാറ്റമില്ല. അതുപോലെ നോക്കിക്കോളൂ. പബ്ലിക് ഇന്റർനാഷണൽ ലോ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. 5 മാർക്ക് പക്ക. അപ്പൊ അതുപോലെ നോക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ. അപ്പൊ ഞാൻ സിലബസ് ഓരോന്നും എടുത്ത് പറക്കി വായിച്ചിട്ടില്ല. കാരണം അങ്ങനെ വായിച്ചാൽ ഏകദേശം നമുക്കറിയാം ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കേണ്ടി വരും. 2 മണിക്കൂറാണ് സിലബസ് മാത്രം വായിക്കാൻ ചിലപ്പോൾ നമുക്ക് വേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഓരോന്നും എടുത്ത് വായിച്ചില്ല. ഒരു ഔട്ടർ ലുക്കും ഒരു ഹെഡിങ്ങും അത്യാവശ്യമുള്ള കുറച്ച് പോയിന്റ് മാത്രം പറഞ്ഞു.
അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒരു 80% പുതിയൊരു സിലബസ് വരും, തീർച്ചയായിട്ടും പുതിയൊരു സിലബസ് വരും. അതിൽ നമ്മൾ തിരക്കുമ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം 80% ഹാവ് നോ ചേഞ്ച്. ഒരു 80% നമ്മൾ ഈ കഴിഞ്ഞ 2020 80% 2020 സിലബസാണ്. ഒരു 20% മാത്രം ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഈ IPC CRPC പോലുള്ള കാര്യങ്ങളില്ല, IPC CRPC ഇന്ത്യൻ എവിഡൻസ് ആക്ട് പോലുള്ള കാര്യങ്ങളുണ്ട്, അതിനെ ഒന്ന് സ്കിപ്പ് ചെയ്ത് വെക്കുക. ഞാൻ നോക്കാം. കാരണം നമുക്ക് പ്രിലിംസിന്റെ മുന്നേ തന്നെ ശരിക്കും പറഞ്ഞാൽ പ്രിലിംസിന്റെയും മെയിൻസിന്റെ സിലബസ് ഒഫീഷ്യലി ഒന്നുകൂടെ PSC പബ്ലിഷ് ചെയ്യും. അപ്പൊ ആ പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, IPCയും CRPC ഇന്ത്യൻ എവിഡൻസ് ആക്ടും അപ്പോഴേക്ക് നോക്കാം. ഓക്കെ അല്ലേ? അത് അപ്പോഴേക്ക് നോക്കാം. ബാക്കിയുള്ള 80% നിങ്ങൾ അതിശക്തമായി നോക്കി തുടങ്ങിക്കോ. CAT ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട. കഴിഞ്ഞ വർഷത്തെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക, ശേഷം അതിശക്തമായ പ്രിപ്പറേഷൻ തുടങ്ങുക. പുതിയ സിലബസ് എപ്പോൾ വരുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഡിസംബർ അവസാനമായിരിക്കും, ചിലപ്പോൾ ജനുവരി ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. അത് നമ്മുടെ ആ ഒരു ഡേറ്റ്, പരീക്ഷാ ഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ നിലവില് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമുക്ക് നിലവിൽ CATന്റെ ബാച്ച് ഉണ്ട്. അപ്പം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള പ്രീസിയം, അതായത് പ്രിലിംസ് കം മെയിൻസ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്ലാസ് തുടങ്ങി ഏകദേശം ഒരു 20% ഓഫ് ക്ലാസ് കവർ ആയിട്ടുണ്ട്. നിലവിൽ ആ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കൃത്യമായി നമ്മൾ ആപ്പിലേക്ക് റെക്കോർഡായി കിടപ്പുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി പുതിയ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കഴിഞ്ഞ ക്ലാസ്സുകൾ നഷ്ടപ്പെടില്ല. കൃത്യമായിട്ട് ആ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പുകളിൽ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. നിലവിൽ ലൈവ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവ് ക്ലാസ് ആണ്, നമ്മളെല്ലാ ബാച്ചുകൾക്കും ലൈവ് ക്ലാസ് ആണ് കൊടുക്കപ്പെടുന്നത്. അപ്പൊ നിലവിൽ ഇപ്പൊ ലൈവ് ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് ഈ കഴിഞ്ഞ, അതായത് ഇപ്പൊ 20% ക്ലാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ആ 20% ക്ലാസ് നമുക്ക് റെക്കോർഡായ ആപ്പിൽ കിടപ്പുണ്ട്. ഓക്കെ അല്ലേ? അതിന് പുറമെ ഓരോ ദിവസവും, ഇന്നിപ്പോ ലൈവ് ക്ലാസ് 2 സെഷനുണ്ട്, നാളെയുണ്ട്. ഇപ്പൊ ഓരോ ദിവസവും ലൈവ് ക്ലാസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് ലൈവ് കാണാൻ കഴിയും. ലൈവിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ആ ക്ലാസ് ആപ്പിലേക്ക് റെക്കോർഡ് ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് ക്ലാസ്സും കാണാൻ കഴിയും. അപ്പോൾ ഒരേ സമയം നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരേ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവ് യൂസ് ചെയ്യാം, അതിന്റെ റെക്കോർഡ് സെഷൻ യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? പരീക്ഷ ഒരു എക്സാം വരെയാണ് ക്ലാസ്സുകൾ കൊടുക്കപ്പെടുന്നത്. ഓക്കെ അല്ലേ? അതായത് മെയിൻസ് PCM ആണ്, പ്രിലിംസ് കം മെയിൻസ് ആണ്. പരീക്ഷ വരെയാണ് തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ പറയാം. നിലവിൽ നമ്മുടെ ഈ ഒരു പോസ്റ്റുമായി, അതായത് ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ടോ കേരളത്തിലെ മറ്റേതെങ്കിലും കേരള PSC പരീക്ഷകളോ ഇന്ത്യയിലെ മറ്റേതെങ്കിലും RRB SSC സിവിൽ സർവീസ് പോലുള്ള എന്തെങ്കിലും പരീക്ഷകളെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു ബാച്ച്, നമ്മുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് ബാച്ചുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കോൺടാക്ട് നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്ത അഡ്മിഷന്റെ പ്രൊസീജിയറും അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള നോട്ട്സിന്റെ കാര്യങ്ങളും ക്ലാസ് നേരിടും എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ ബാക്കി ഒരുപാട് ബാച്ചുകളുണ്ട്. ഡിഗ്രി പ്രിലിംസിന്റെ ബാച്ച്, SBC AD, എക്സൈസ്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ എല്ലാ ബാച്ചുകളും അവൈലബിൾ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസും ഒക്കെ ആ ഒരു നമ്പർ വഴി, ആ ഒരു നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഓക്കെയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും വരും ദിവസങ്ങളും അപ്ലോഡ് ചെയ്യാം. നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി മിന്റി VSC എന്ന യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.